കുമാരസ്വാമിയുടെ സഹോദരൻ തന്നെയായിട്ടുള്ള HD രേവണ്ണ, മകൻ പ്രജ്വൽ രേവണ്ണ നിരവധിയായിട്ടുള്ള അശ്ലീല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും സെക്സ് ടേപ്പ് ഇഷ്യൂ ഉൾപ്പെടെ പറയുന്ന പ്രജ്വൽ രേവണ്ണയെ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചിരുന്നു. പ്രജ്വൽ രേവണ്ണ പലരുടെയും ജീവിതം കൊണ്ട് കളിക്കുകയാണ്. പലരും പ്രജ്വൽ രേവണ്ണയെ ഭയത്തോടെ കാണുന്നു എന്നൊക്കെയുള്ള അനുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കുമാരസ്വാമിയുടെ കാര്യം തന്നെ പറഞ്ഞു നോക്കിയാൽ, അദ്ദേഹത്തിന് ഭാര്യയല്ലാതെ മറ്റൊരു കാമുകി, ആ കാമുകിയിൽ ഒരു കുഞ്ഞുള്ളതും ഒക്കെ വളരെ താമസിച്ചാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അറിയുന്നതും. അത് വലിയ വിഷയമായി. എന്നാൽ ഇതെല്ലാം കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന രീതിയിലേക്ക് കുമാരസ്വാമി ഒത്തുതീർപ്പാക്കുകയും കുട്ടി രാധിക എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയെ കൃത്യമായി പറഞ്ഞാൽ ഒഫീഷ്യലായി വിവാഹം പോലും ചെയ്യാതെ അവരുമായി ദാമ്പത്തിക ജീവിതത്തിലേക്ക് ഏർപ്പെട്ടു എന്നൊക്കെ വലിയ തോതിൽ അത് SD ദേവഗൌഡയ്ക്ക് നാട്ടുപേരായെങ്കിലും അതൊക്കെയാണ് പാർട്ടിയുടെ രീതികൾ എന്ന് അണികളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പൊട്ടന്മാരാക്കി വിഡ്ഢിവേഷം കെട്ടി ഇപ്പോഴിതാ സംഘികളോടൊപ്പം BJPയോടൊപ്പം സഖ്യം ചേരുകയാണ്. ഏതായാലും ആ പാർട്ടിക്കകത്തെ മനോനിലയുള്ളവർ കൃത്യമായി DK ശിവകുമാറിനോടൊപ്പം കോൺഗ്രസ് ചേരുകയാണ്. സിദ്ധരാമയ്യ ഇപ്പോൾ ഒരു ടാലന്റ് ഹണ്ട് ഉൾപ്പെടെ നടത്തുകയാണ്. JDS-ലെ യുവാക്കളെ മുഴുവൻ കോൺഗ്രസിലേക്ക് പ്രാദേശിക തലത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ടാലന്റ് ഹണ്ട്. കർണാടകയിൽ JDS കൂടി കോൺഗ്രസിലേക്ക് മെർജ് ചെയ്താൽ, അതായത് JDS-നകത്ത് കുമാരസ്വാമിയോ അത്തരത്തിലുള്ള പ്രമുഖ നേതാക്കൾ മാത്രമേ BJPയോടൊപ്പം കാണൂ. ബേസ് വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് കഴിഞ്ഞ തവണ എത്തിച്ചതിന്റെ വൻ തോതിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ പിന്നെ കോൺഗ്രസിനെ പിടിച്ചാൽ കിട്ടില്ല. 224 സീറ്റും തൂത്തുപാരാനുള്ള കെൽപ്പ് കോൺഗ്രസിനുണ്ട് എന്ന് DK ശിവകുമാർ വെറുതെ പറഞ്ഞതല്ല. അത്രയേറെ പോരാട്ട വീര്യം നടത്തുന്ന ഒരു വ്യക്തിയാണ്. കനകപുര എന്ന തന്റെ നിയോജക മണ്ഡലം 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം 7ാം തവണയും വിജയിച്ചതെന്ന് ഓർക്കണം. അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ദൊദ്ദനഹല്ലി കെമ്പേഗൌഡ ശിവകുമാർ. അദ്ദേഹം അമിത്ഷായ്ക്കൊത്ത എതിരാളി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇൻഫാക്ട് മോദിക്കൊത്ത എതിരാളിയായി ഉയർന്നേക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടില്ല. KC വേണുഗോപാലിനെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാന സ്ഥാനം വഹിക്കുന്ന, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഖാർഗെ പോലുള്ള ഉപജാപകരെ കോൺഗ്രസ് ഇനിയും പേറിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ DK പോലുള്ള കോൺഗ്രസിനെ ഏതു തലത്തിലേക്കും എത്തിക്കാൻ കെൽപ്പുള്ളവർ ഒരുപക്ഷെ അവരുടെ സേവനം കോൺഗ്രസിന് ലഭിക്കാതെ കോൺഗ്രസ് എങ്ങും എത്താതെ പോകും.